അതൊരു രാഷ്ട്രീയ വേദിയല്ല. ഞാനവിടെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയമായി എന്ത് നടന്നു എന്നുള്ളത് അതവിടെ ഞാൻ മിണ്ടിയിട്ടില്ല. എൻ്റെ പിതാവിൻ്റെ അനുസ്മരണ വേദിയാണ്. എൻ്റെ പിതാവിനെ ഓർക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് രാഷ്ട്രീയമായി ശരിയോ തെറ്റോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ശരിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഒരു രാഷ്ട്രീയക്കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ സൂചിപ്പിച്ചു. അതിനെ വേറൊരു തരത്തിൽ എങ്ങനെ വളർത്തിയെടുക്കുന്നു? നമുക്കറിയാം, അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞിട്ടുണ്ട്, രാജീവ് ഗാന്ധി എങ്ങനെയാണ് അദ്ദേഹത്തെ വിദേശത്തേക്ക് അയച്ചിട്ടുള്ളത്. അതൊരു വ്യക്തിപരമായ കാര്യമല്ലേ? ഞാൻ വ്യക്തിപരമായ ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിച്ചത്. അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം എൻ്റെ പിതാവിൻ്റെ ഓർമ്മ നടക്കുന്ന ദിവസമാണ്. ഈ ഒരു ദിവസം 1 വർഷം മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു ചോദ്യം ചോദിച്ചു. ഒരു സിനിമാ നടൻ എൻ്റെ പിതാവിനെ പറ്റി പറഞ്ഞ അഭിപ്രായം. ഞാനെപ്പോൾ എന്താണ് മറുപടി പറഞ്ഞത്? എനിക്കൊരു വിരോധവുമില്ല. ഇന്നും എനിക്ക് അതാണ് നിലപാട്. എൻ്റെ പിതാവ് എനിക്കൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? ക്ഷമയുടെ പാത, സഹിഷ്ണുതയുടെ പാത. എൻ്റെ പിതാവിനെ കല്ലെറിഞ്ഞവരോട് ക്ഷമിച്ച വ്യക്തിയാണ് എൻ്റെ പിതാവ്. ആ കല്ലെറിഞ്ഞ വ്യക്തിയുടെ അമ്മയുടെ നിന്നാണ് ഞാൻ എൻ്റെ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് ഞാൻ കൊടുത്തത്. എനിക്ക് എൻ്റെ പിതാവിൻ്റെ വഴിയല്ലാതെ വേറെ വഴിയില്ല. എൻ്റെ നേതാവിൻ്റെ പാത എന്താണ്? എൻ്റെ നേതാവ് തൻ്റെ പിതാവിനെ കൊന്നവരോട് ക്ഷമിച്ച വ്യക്തിയാണ്. ശ്രീമതി സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കാണിച്ച എന്താണ്? അവരോട് ക്ഷമിച്ച വ്യക്തിയാണ്. ശ്രീ നരേന്ദ്രമോദിയെ സ്നേഹപൂർവ്വം ആശ്ലേഷിച്ച വ്യക്തിയാണ് എൻ്റെ നേതാവ്. അതാണ് എൻ്റെ പാത. ആ പാത വിട്ട് ഞാൻ ഒരിടത്തും പോകത്തില്ല. രാഷ്ട്രീയം ഞാൻ പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായ ഒരു കാര്യം മാത്രമാണ്. ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ഞാൻ നടന്ന സംഭവം, കാരണം എൻ്റെ ഏറ്റവും ദുഃഖം നിറഞ്ഞ സാഹചര്യമാണ്. ശ്രീ ശശി തരൂരിനറിയാം 5 വർഷക്കാലം മുമ്പ് അദ്ദേഹം എങ്ങനെയാണ് ഞങ്ങളെ ജർമ്മനിക്ക് അയച്ചതെന്ന്, 22-ൽ എങ്ങനെയാണ് ജർമ്മനിക്ക് അയച്ചത് എന്നുള്ളത്. അദ്ദേഹം എടുത്ത താല്പര്യമൊന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. KC വേണുഗോപാൽ എടുത്ത താല്പര്യം മറക്കാൻ പറ്റത്തില്ല. ഞാനിത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്. ദയവേത് ക്ഷമിക്കണം. ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയുടെ പാതയിൽ വിശ്വസിക്കുന്നു, സഹിഷ്ണുതയുടെ പാതയിൽ വിശ്വസിക്കുന്നു. അത് ഗാന്ധിയൻ പാതയാണ്, അത് രാഹുൽ ഗാന്ധിയുടെ പാതയാണ്, അത് ശ്രീമതി സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പാതയാണ്. ആ പാതയിലാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. അത് വിട്ട് ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് എന്താണ്? ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു? ഒരു രാഷ്ട്രീയ മര്യാദ കാണിച്ചു. അതിലെങ്ങനെയാണ് എൻ്റെ അനുസ്മരണത്തിൽ പോലും, അനുസ്മരണത്തിനെങ്കിലും വെറുതെ വിടൂ, അനുസ്മരണത്തിനെങ്കിലും നിങ്ങൾ വെറുതെ വിടൂ. ഈ പറഞ്ഞൊരു വ്യക്തി, നിങ്ങൾക്കറിയാം, സോളാർ സമയത്ത് എൻ്റെ പിതാവിനെ ആക്രമിച്ചു, എന്നെ ആക്രമിച്ചു. എൻ്റെ കല്യാണം വരെ മുടങ്ങിപ്പോയെന്ന് പറഞ്ഞു. എനിക്ക് പറയുന്നതിലൊന്നും മടിയില്ല. എൻ്റെ കല്യാണം വരെ മുടങ്ങിപ്പോയെന്ന് പറഞ്ഞു. ഞാനൊരു കേസ് പോലും കൊടുത്തിട്ടില്ല. അതും ക്ഷമയുടെ പാതയല്ലേ? അതും സഹിഷ്ണുതയുടെ പാതയല്ലേ? 22-ൽ പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിനെ കൊല്ലുവാൻ ശ്രമിച്ചു. ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല. എൻ്റെ ക്ഷമയുടെ പാതയിലാണ് അങ്ങ് നിൽക്കുന്നതെന്ന് അങ്ങ് മറക്കരുത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആ ക്ഷമയുടെ പാതയിൽ തന്നെ മുന്നോട്ട് പോകും. രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ കറുത്ത് ഉടുത്ത് വഴിയിലിരുന്ന് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച ആളാണ്. രാഷ്ട്രീയമായി എതിർപ്പ് തുടരും. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അതേസമയം റിക്കൺസിലിയേഷനുമുണ്ട്. നമ്മുടെ ഒരു സമൂഹം ഒന്നിച്ചു പോകണമെങ്കിൽ എല്ലാവരും വേണം. ആരെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഡോക്ടർ തരൂരും എന്നിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും ചാണ്ടി ഉമ്മൻ പറഞ്ഞത് ആ സ്പിരിറ്റിൽ തന്നെയാണ് കണ്ടത്. മുഖ്യമന്ത്രി, നിങ്ങൾക്കറിയാം, ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പല നല്ല വാക്കുകൾ പറഞ്ഞു. അങ്ങനെ ഒരു അവസരമായിരുന്നു ഇത്. രാഷ്ട്രീയം കളിക്കുന്ന ഒരു വേദിയായിട്ട് ഞാനും കണ്ടില്ല. അപ്പോൾ ചാണ്ടി ഉമ്മൻ പറഞ്ഞതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ശരി തന്നെയാണ്. അദ്ദേഹത്തെ ഏത് സ്പിരിറ്റിലാണ് സംസാരിച്ച് എല്ലാവരെയും കുറിച്ച്, അവിടെ വേദിയിരിക്കുന്ന എല്ലാവരെയും കുറിച്ച് സംസാരിച്ച പോലെ തന്നെ പിന്നെ മുഖ്യമന്ത്രിയും സംസാരിച്ചു. അദ്ദേഹം ആ സ്പിരിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല വാക്ക് പറഞ്ഞു. ഇതിൽ രാഷ്ട്രീയം കാണാൻ ഒരു ആവശ്യവും ഞാൻ കാണുന്നില്ല. നിങ്ങൾക്ക് നല്ലപോലെ അറിയാം, ഈ നമ്മുടെ രാഷ്ട്രീയത്തിൽ പിന്നെ കുറച്ചൊരു കൂടുതൽ എന്താ പറയുക, ഒരു പോളറൈസേഷൻ വന്നിട്ടുണ്ട് എല്ലാ ഭാഗത്തും. പക്ഷെ നമ്മുടെ രാജ്യം നന്നാവണമെന്നുണ്ടെങ്കിൽ
എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു പുരോഗതിയും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു വികസനവും അവസാനത്തെ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയം വേണം. നിങ്ങൾ ഒരുപക്ഷെ ചിലർ ഓർക്കുന്നുണ്ടാവും, ഞാൻ ആദ്യം ഇലക്ഷൻ മത്സരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു, ശ്രീ നാരായണ ഗുരു പറയുന്ന പോലെ മതം ഏതായാലും മനുഷ്യൻ നന്നാൽ മതി പറയില്ല. ഞാൻ എപ്പോഴും പറയും, രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായി മതി. ഇങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം അതീതമായിട്ടും കാണണമെന്നാണ് എൻ്റെ ഈ വിശ്വാസം.